ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. എത്രാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്? 5ലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. എടാ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? അവധിക്കാലം ഒക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യാണ്? നമ്മൾ സ്കൂളിലോട്ട് പോവാണ് അല്ലേ? അപ്പോൾ സ്കൂളിലോട്ട് പോകുമ്പോൾ ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ ബുക്കൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ബുക്കായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പുതിയ ബുക്കൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും അടിച്ച് പൊളിച്ചാണ് സ്കൂളിലോട്ട് പോകുന്നത്. പുതിയ ബാഗും പേനയും പെൻസിലും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചോ? എല്ലാവരും എന്ത് ചെയ്യണം? ജസ്റ്റ് അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചാനൽ എന്ത് ചെയ്യുക? നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണേ, മറന്നു പോകരുത് കേട്ടോ. കൂടെ തന്നെ ബെല്ല് ഒന്ന് അമർത്തണം കേട്ടോ. അപ്പം നമുക്ക് എന്താ നോക്കിയാലോ? നമ്മളിന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. പരിസര പഠനമാണ്. അപ്പം എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോടാ? പെട്ടെന്ന് നോക്കാം അല്ലേ? എന്താണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഒറ്റയല്ലൊരു ജീവിയും. എന്താണ്? ഒറ്റയല്ലൊരു ജീവിയും. ശരിയാണോ? എല്ലാവരും ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? നമ്മൾ വിചാരിക്കും അവരൊറ്റയ്ക്കാണ് ഇവരൊറ്റയ്ക്കാണെന്നൊക്കെ ജീവിക്കൂലേ. ചില പക്ഷികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊറ്റയ്ക്കാണെന്നല്ലേ. എടാ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. എന്ത് മനോഹരമുള്ള പിക്ചറാണല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. എന്തൊക്കെയാ പിക്ചറിലുള്ളത്? കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞേടാ, എന്തൊക്കെയാ പിക്ചറിലുള്ളത്? എന്തൊക്കെയുണ്ട്? മരമുണ്ട്, പിന്നെന്താ ഉള്ളത്? ഒരു പുഴ ഉണ്ട് അല്ലേ. ഒരു പുഴയിലൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു ചെറിയ മീൻ പോകുന്നുണ്ട് അല്ലേ. മീനും അതേപോലെ വേറെ ആരുള്ളത്? പൊന്മാനാണുള്ളത് അല്ലേ. ഏതാണ്? പൊന്മാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊന്മാനെ കണ്ടിട്ടുണ്ടോ? പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ എന്തുണ്ട്? നല്ല നല്ല കളേഴ്സുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ, പൂക്കളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അടിപൊളി ഒരു പിക്ചർ. അപ്പൊ നമുക്ക് നോക്കിയാലോടാ എന്തൊക്കെയാ പറയാനുള്ളതെന്ന്. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രങ്ങൾ കണ്ടില്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പം നോക്കിയാലോ, ചിത്രത്തിലെ പക്ഷി ഏതാണ്? അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ചിത്രത്തിലെ പക്ഷി ഏതാടാ? പൊന്മാനാണ് അല്ലേ. നിങ്ങൾക്കറിയാം അല്ലേ, പൊന്മാനാണ്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? എടാ ചോദിക്കട്ടെ, ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഇവർ കുഞ്ഞു കുഞ്ഞു ഇരകളെ തിന്നും, മീനിനെയൊക്കെ ഇവർ ഭക്ഷണമാക്കും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താവും ഇതിന് കാരണം? അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പൊ എന്താ നോക്കിയാലോ, നദീതീരത്തോ കുളങ്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പൊ ഇവരെവിടെ താമസിക്കാന്ന് വെച്ചാല് നദീതീരം അല്ലെ, നമ്മുടെ പുഴയുടെയൊക്കെ തീരത്തോ കുളങ്കരയിലോ ഉള്ള മാളങ്ങളിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ പൊന്മാൻ താമസിക്കുന്നത് കേട്ടോ. ആര് താമസിക്കുന്നത്? പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇവ അധികമായും താമസിക്കാനായി തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് മീനാണ് കേട്ടോ. ഇവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ഏതാണ്? മീനാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് മീൻ പിടിക്കാൻ സൗകര്യം എവിടുന്നാണോ അവിടെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് പോയിട്ട് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ മീൻ പിടിക്കാൻ സൗകര്യമുള്ളിടത്തല്ലേ താമസിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, എന്നാലല്ലേ ഇവർക്ക് ഫുഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് മീൻ പിടിക്കാൻ സൗകര്യം എവിടെയാണോ അവിടെയാണ് കൂടുതൽ പോയിട്ട് താമസിക്കുക. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ശരിയല്ലേടാ? പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമില്ലേ? വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തെല്ലാം? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞടാ. ആടിൻ്റെ പ്രധാന ആഹാരം എന്തൊക്കെയാണ്? ആടെന്തൊക്കെ തിന്നും? പ്ലാവില തിന്നും അല്ലേ. പിന്നെന്താണ്? നമ്മൾ ഓരോ പുല്ലുകളൊക്കെ ആര് തിന്നും? നമ്മുടെ ആട് തിന്നും അല്ലേ. ആടിനെ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ, ആടിൻ്റെ പ്രധാന ആഹാരം എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? അപ്പോൾ സസ്യങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ കഴിക്കുന്ന ഏതെല്ലാം ജീവികളുണ്ട് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. കണ്ടെത്തി എഴുതുക. അപ്പൊ എന്താണ്? നമ്മളോട് കണ്ടെത്തി എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടുപേരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആരാണ്? മാനാണ് അല്ലേ. ഫസ്റ്റ് വൺ ആരാണ്? മാനാണ്. നെക്സ്റ്റ് അടുത്തത് ആരാടാ? മുയലാണ് അല്ലേ. നെക്സ്റ്റ് അടുത്തത് ആരാണ്? മുയലാണ് അല്ലേ. ഒന്ന് മാനിനെ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ആരെയും കൊടുത്തേക്കുന്നത്? മുയലിനെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ മാനും മുയലും അല്ലാതെ വേറെ ആരാ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. വേറെ ആരാണ്? നമ്മുടെ പശുവിനെ പറയാം അല്ലേ. നമ്മുടെ ആരെ പറയാ? പശുവിനെ പറയാം അല്ലേ.
പശുവിനെ പറയത്തില്ലേ? പശു എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം കഴിക്കുന്നുണ്ട് അല്ലേ? വേറെ ആരാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ? പശു ഉണ്ട്. പിന്നെന്താണ്? മാന്, മുയല്, ആട് അല്ലേ? ഇതെല്ലാം എന്താണ് കഴിക്കുന്നത്? സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികളാണ് അല്ലേ? അപ്പം ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. എന്നിട്ട് ടീച്ചറിന് എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരുമാണ് കേട്ടോ. ഏതൊക്കെ ജീവികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ നല്ല മിടുക്കൻ കുട്ടന്മാരാണ് അല്ലേ? നെക്സ്റ്റ് നോക്കിയാലോടാ. വാസസ്ഥലവും ആഹാരവുമാണ്. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? വാസസ്ഥലവും ആഹാരവുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു അടിപൊളി പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാ ഉള്ളത് ഒന്ന് നോക്കിക്കേടാ. എന്തൊക്കെയാ ഉള്ളത്? ഒരു വയലുണ്ട് അല്ലേ? വയലിൽ ആരൊക്കെ നിൽക്കുന്നത്? ഒരു തുമ്പി പറന്ന് പറന്ന് വരുന്നുണ്ട്. പിന്നെ ആരൊക്കെയാ ഉള്ളത്? ഒരു കൊക്കുണ്ട് അല്ലേ? കൊക്കിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്താടാ? കൊക്കിന്റെ കയ്യിൽ ഒരു മീനുണ്ട് അല്ലേ? കൊക്കിന്റെ കയ്യിൽ മീനുണ്ട്. കൊക്ക് എവിടെയാ നിൽക്കുന്നത്? കുളത്തിലാണ് അല്ലേ? പാമ്പുണ്ട്. പിന്നെന്താണ്? ഒച്ചുണ്ട്, ആമുണ്ട്, പിന്നെന്താ? ഒരു കാക്കച്ചിയുണ്ട്, ഒരു വീടുണ്ട്. ഒരുപാട് പേരുണ്ട്. വേറെ ആരൊക്കെയുള്ളേ? ഒരു തവള, പുൽച്ചാടി, ഞണ്ട്. അല്ല ഇതാ ഇവിടെ ഈ സൈഡിൽ ആരുണ്ട്? ഒരു ചെറിയതാ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു മീനും ഉണ്ട് അല്ലേ? അപ്പം നോക്കിയാലോ. വേറെന്തൊക്കെയാ പറയുന്നത് നോക്കിയാലോ. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? അപ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? പറഞ്ഞടാ. ചെറുമീനുകൾ. എന്താണ്? ചെറിയ മീനുകൾ ആരെയാണ് ആഹാരമാക്കുന്നത്? സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് അല്ലേ? ഇനി പുൽച്ചാടി ആരെയാണ് ആഹാരമാക്കുന്നത്? സസ്യങ്ങളെയല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാലോ. ആരാണ്? പുൽച്ചാടി അല്ലേ? ആരാണ്? പുൽച്ചാടി ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? വേറെ ആരൊക്കെയാ ഉള്ളത്? വേറെ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ തവളയുണ്ട്. പിന്നെന്താണ്? ആമയുണ്ട്, ഒച്ചുണ്ട് അല്ലേ? പിന്നെ ആരാണ്? നമ്മുടെ കൊക്കുണ്ട്. പിന്നെ സ്നേക്ക്. അങ്ങനെ കുറേ പേരുണ്ട് അല്ലേ? ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെ ഉണ്ട്? ഒന്ന് പറഞ്ഞേടാ. ചെറുമീനുകളെ പിടിക്കുന്ന ആരൊക്കെ ഇവിടെ ഉണ്ട്? ആരൊക്കെ ഉണ്ട്? ആരൊക്കെ പിടിക്കും? നമ്മുടെ സ്നേക്ക് അല്ലേ? സ്നേക്ക് അല്ലെങ്കിൽ എന്താണ്? പാമ്പ് പിടിക്കും. പിന്നെ ആരാണ്? നമ്മുടെ കൊക്കൊക്കെ ചെറുമീനുകളെ ഭക്ഷിക്കാറുണ്ട് അല്ലേ? പിന്നെ വേറെന്താ പറയുന്നത് നോക്കിയാലോ. നിങ്ങളിവിടെ എഴുതിയാൽ മതി കേട്ടോ. ആരൊക്കെയാണ്? പാമ്പ് ചെറുമീനുകളെ പിടിക്കും. പിന്നെ ആരാണ്? പാമ്പുണ്ട്. പിന്നെ ആരാ ഉള്ളത്? കൊക്കുണ്ട് കേട്ടോ. പാമ്പുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? കൊക്ക് കേട്ടോ. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ചിത്രത്തിലെ ഓരോ ജീവികളും എന്തിനെല്ലാമാണ് ആഹാരമാക്കുന്നത്? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. ചെറുമീനുകൾ ആരെയാണ് കഴിക്കുന്നത്? സസ്യത്തിനെയാണ് ആഹാരമാക്കുന്നത് അല്ലേ? ചെറുമീനുകൾ എന്തിനാണ് കഴിക്കുന്നത്? സസ്യത്തിനെ എന്ത് ചെയ്യുന്നു? ഫുഡായിട്ട് എടുക്കുന്നു അല്ലേ? സസ്യങ്ങളെയാണ് ചെറുമീനുകൾ കഴിക്കുന്നത്. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ എന്താ ചെയ്യുന്നത്? വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ ആരെ കഴിക്കുന്നത്? മീനുകളെ ആഹാരമാക്കുന്നു അല്ലേ? വയലിലുള്ള മറ്റ് ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ പൂർത്തിയാക്കുന്നത്? ചെറുമീനുണ്ട്. പിന്നെ ആരാണ്? വേറെ ആരെ നമുക്ക് പറയാം? പുൽച്ചാടി പറയാം അല്ലേ? വേറെ ആരെ പറയാം? പുൽച്ചാടി പറയാം. ഇവിടെ പുൽച്ചാടി കൊടുക്കുക അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ആരാണ്? ചെറുമീനുകളെ ആരെ ഭക്ഷിക്കുന്നത്? വലിയ മീനുകൾ ഭക്ഷിക്കും. തവള ഭക്ഷിക്കും. വലിയ മീനുകളെയും തവളേനെ ആര് ഭക്ഷിക്കും? കൊക്ക് ഭക്ഷിക്കും അല്ലേ? ഇനി നമ്മുടെ അടുത്ത ആര് കൊടുത്തിട്ടുണ്ട്? സസ്യം കൊടുത്തിട്ടുണ്ട്. സസ്യത്തിന് ആര് തിന്നുന്നു? പുഴു തിന്നുന്നു അല്ലേ? പുഴുവിനെ ആരൊക്കെ ഭക്ഷിക്കലുണ്ട്? കൊക്ക് ഭക്ഷിക്കലുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പം നമുക്കിവിടെ ആരെ എഴുതാം? കൊക്കിനെ എഴുതാം അല്ലേ? പുഴുവിൻ്റെ ഇവിടെ കൊക്കിനെ എഴുതി വെക്കാം. ശരിയല്ലേടാ? നെക്സ്റ്റ് അടുത്ത നോക്കാം കേട്ടോ. അടുത്തത് കണ്ണി ചേർന്ന്. അടുത്ത എന്താ പറയുന്നത്? കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കുക. അപ്പോൾ ഒന്ന് പറഞ്ഞാടാ. സസ്യം മാനിനെ തിന്നുന്ന ആരാണ്? മാനിനെ തിന്നുന്ന ആരാണ്? മാന കടുവ തിന്നും, പുലി തിന്നും. ആരെ വേണേലും നമുക്ക് അവിടെ എഴുതി ചേർക്കാം അല്ലേ? അവിടെ കടുവ ആയിക്കോട്ടെ. മാനിനെ തിന്നുന്ന ആരാണ്? നമ്മുടെ കടുവ. നമുക്ക് കുറയ്ക്കണ്ട അല്ലേ? കടുവേനെ എഴുതാം. ഇനി മുയലിനെ ആര് തിന്നും? മുയലിനെ തിന്നുന്നത് ആരാണ്? കടുവയോ സിംഹമോ ആരെ വേണേലും നമുക്ക് അവിടെ എഴുതാം അല്ലേ? സിംഹത്തിനെ ആയിക്കോട്ടെ.
ആ സിംഹമായിക്കോട്ടെ കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ, പുൽച്ചാടിനെ ആര് തിന്നും? കൊക്ക് തിന്നും അല്ലേ? ആര് തിന്നും? പുൽച്ചാടീനെ കൊക്ക് തിന്നും അല്ലേ? പുൽച്ചാടിനെ ആര് തിന്നലുണ്ട്? കൊക്ക് തിന്നലുണ്ട്. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ശരിയല്ലേ? ആഹാരത്തിനായിട്ട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താ അറിയപ്പെടുന്നത്? ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഒരാശ്രയമുണ്ട് കേട്ടോ. ഇതിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ആഹാര ശൃംഖലാജാലം എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് പറയുന്നതാണ് എന്ത്? ഫുഡ് വെബ് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോടാ. ഇവിടെ ആരെ കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് ഇവിടെ ആരെ കൊടുത്തിട്ടുണ്ട്? പുല്ല് അല്ലേ? പുല്ല്, നമ്മുടെ പുല്ല് കൊടുത്തിട്ടുണ്ട്. പുല്ലിനെ ആര് ഭക്ഷിക്കുന്നു? പുൽച്ചാടി ഭക്ഷിക്കുന്നു. പുല്ലിനെ ആര് ഭക്ഷിക്കുന്നു? പുൽച്ചാടി. പിന്നെ ആരും തിന്നിട്ടുണ്ട്? നമ്മുടെ നെല്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുൽച്ചാടി നെല്ല് തിന്നുന്നു. പിന്നെ റാറ്റ് അല്ലേ, നമ്മുടെ എലി എന്തിനെ തിന്നുന്നുണ്ട്? നമ്മുടെ നെല്ലൊക്കെ എലി തിന്നലുണ്ട്. പിന്നെ അതേപോലെ എലീനെ ആര് തിന്നുന്നു? എലീനെ ക്യാറ്റ് തിന്നുന്നു. ക്യാറ്റിനെ ആര് തിന്നുന്നു? ക്യാറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? പൂച്ച അല്ലേ? പൂച്ചനെ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു അല്ലേ? ശരിയല്ലേ? അതേപോലെ തന്നെ നെല്ല് ആര് ഭക്ഷിക്കുന്നുണ്ട്? മാൻ ഭക്ഷിക്കുന്നുണ്ട്. മാനിനെ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ. നെല്ല് നമ്മുടെ പുൽച്ചാടി ഭക്ഷിക്കുന്നു. പുൽച്ചാടിനെ ആര് തിന്നുന്നു? കുരങ്ങൻ തിന്നുന്നു. കുരങ്ങനെ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു. ശരിയല്ലേ? നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാ വരുന്നത്? നമ്മുടെ നെല്ല് പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടിനെ ഏതെങ്കിലും ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു പക്ഷി തിന്നുന്നു. പക്ഷീനെ ആര് തിന്നുന്നു? കുറുക്കൻ തിന്നുന്നു. കുറുക്കനെ ആര് തിന്നുന്നു? കഴുകൻ തിന്നുന്നു അല്ലേ? കടുവേനെ ആര് തിന്നലുണ്ട്? കഴുകൻ തിന്നലുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ നെല്ല് പോലത്തെ സാധനങ്ങൾ ആര് ഭക്ഷിക്കലുണ്ട്? പശു അല്ലേ? ഭക്ഷിക്കലുണ്ട് അല്ലേ? അപ്പൊ പശുവിനെ ആര് തിന്നലുണ്ട്? കഴുകൻ തിന്നലുണ്ട്. റെഡിയാണല്ലോ? അതേപോലെ ഇവിടെ കടുവ, ഇവിടെ പുലിയാണ് കേട്ടോ, സോറി, പുലിയാണ്. ഇവിടെയാണ് നമ്മുടെ ആര് നിൽക്കുന്നത്? കടുവച്ചേട്ടൻ നിൽക്കുന്നത് അല്ലേ? അതേപോലെ ഈ മരങ്ങളിൽ ആര് തിന്നുന്നുണ്ട്? മാൻ തിന്നുന്നുണ്ട്. മാൻ ആര് തിന്നുന്നുണ്ട്? നമ്മുടെ കടുവ തിന്നുന്നുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് എന്താണ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആരൊക്കെയാണ് ഭക്ഷിക്കുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താ പറയാനുള്ളത് നോക്കിയാലോ. ശൃംഖലകൾ കടലിലും. ശൃംഖലകൾ നമ്മുടെ നാട്ടിൽ മാത്രമാണോ? നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണോ? അല്ലെങ്കിൽ സാധാരണ കരപ്രദേശത്ത് മാത്രമാണോ നടക്കുന്നത്? അല്ല, എവിടെയും നടക്കുന്നുണ്ട്? കടലിലും നടക്കുന്നുണ്ട്. എവിടെയും നടക്കുന്നുണ്ട്? കടലിലും നടക്കുന്നുണ്ട് കേട്ടോ. കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ കണ്ടുവല്ലോ. കണ്ടില്ലേ? നമ്മൾ കരയിലെ പല ആഹാര ബന്ധങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഇത്തരത്തിൽ കടലിലും ആഹാര ബന്ധമുണ്ട്. എവിടെയും ഉണ്ട് എന്നാ പറയുന്നത്? കടലിലും വിവിധ തരത്തിലുള്ള എന്ത് ബന്ധമുണ്ട്? ആഹാര ബന്ധമുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സ്രാവ് അല്ലേ? മത്തിയുണ്ട്, ചെറിയ മീനുകളുണ്ട്, കടലാമ ഉണ്ട്, പിന്നെന്താണ്? പ്ലവകങ്ങളുണ്ട് അല്ലേ? കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ സ്രാവിന്റെ ആഹാരം ഏതൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമയൊക്കെ ആരുടെ ആഹാരമാണ്? സ്രാവിന്റെ ആഹാരമാണ് അല്ലേ? ഇനി മത്തിയാണെങ്കിൽ എന്തിനാ കഴിക്കുന്നത്? ചെറുമീനുകളെയൊക്കെയാണ് അല്ലെങ്കിൽ പ്ലവകങ്ങളെയാണ് മത്തി കഴിക്കാറ് കേട്ടോ. കടലാമ എന്താണ്? സസ്യഭാഗങ്ങളും മീനുകളെയും ആര് കഴിക്കലുണ്ട്? കടലാമ കഴിക്കലുണ്ട്. മീനുകൾ എന്താണ്? പ്ലവകങ്ങളെയാണ് കഴിക്കല്. അപ്പൊ എങ്ങനെയാ നമ്മൾ ശൃംഖല തയ്യാറാക്കുന്നത്? ജസ്റ്റ് ടീച്ചർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. സസ്യഭാഗം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം? സസ്യഭാഗം. ഓക്കെ, സസ്യഭാഗം ആര് തിന്നുന്നടാ? കടലാമ തിന്നുന്നു. സസ്യഭാഗം ആര് തിന്നുന്നു? കടലാമ തിന്നുന്നു. സസ്യഭാഗം ആര് തിന്നുന്നു? കടലാമ തിന്നുന്നു. ഇനി കടലാമേനെ ആര് തിന്നുന്നു നോക്കിക്കേ. കടലാമേനെ ആര് തിന്നുന്നു? സ്രാവ് തിന്നുന്നു. കടലാമേനെ ആര് തിന്നുന്നു? സ്രാവ് തിന്നുന്നു. കിട്ടിയോ? ഒരു ശൃംഖല കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂടുതൽ ശൃംഖലകളെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ പ്ലവകങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മുടെ കടലിലൊക്കെ സ്വതന്ത്രമായിട്ട് ഇവരിങ്ങനെ ഒഴുകി നടക്കും. അതിനെയാണ് എന്തെന്നാ? ചെറു സസ്യങ്ങളാണ് കേട്ടോ. സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് എന്താ അറിയപ്പെടുന്നത്? പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ
ഉൽപാദകയാണിവർ. എന്താണ്? അപ്പോൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ആദ്യത്തെ കണ്ണിയാണ് ആര്? നമ്മുടെ ഈ പ്ലവകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. എത്ര എത്ര ആഹാരബന്ധങ്ങൾ. ശരിയല്ലേ? നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിരീക്ഷിക്കുക. അപ്പം നിങ്ങൾ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും? മരങ്ങൾ ഉണ്ടാവും അല്ലേ? ഈ മരങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ മരത്തിൽ ആരൊക്കെ വരുന്നുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെ കഴിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് വീക്ഷിക്കണം കേട്ടോ. പിന്നെന്താ ചെയ്യേണ്ടത്? മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഹാര ശൃംഖലാജാലം പാഠപുസ്തകത്തിൽ എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ? ചിത്രീകരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? നിലനിൽപ്പിനായി അല്ലേ? എടാ ഒന്ന് നോക്കിക്കേ, നിലനിൽപ്പിനായിട്ട് നമ്മൾ എന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണം അല്ലേ? മനുഷ്യൻ മാത്രമാണോ ഫുഡ് കഴിക്കേണ്ടത്? അല്ല, എല്ലാ ജീവികളും നിലനിൽക്കണമെങ്കിൽ എന്ത് കഴിക്കണം? ഭക്ഷണം കഴിക്കണം അല്ലേ? നോക്കിയാലോ. കുളത്തിലെ മത്സ്യത്തെ കണ്ടുവല്ലോ. കുളത്തിൽ ആരുണ്ട്? മീനുകളുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേടാ, ആരൊക്കെ ഉണ്ട്? ആമുണ്ട്. നോക്കിക്കേ, ഇവിടെ രാമക്കുട്ടൻ നടപ്പുണ്ട്, തുമ്പി ഉണ്ട്, പിന്നെ ആരാണ്? ഫ്രോഗ് ഉണ്ട് അല്ലേ? തവള ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേടാ, ഒരു താറാവ് കുഞ്ഞും താറാവ് അമ്മയും ഒരു കുഞ്ഞു അല്ലേ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പിന്നെ ആരാ? ഞണ്ടുണ്ട്, പിന്നെ ഒച്ചുണ്ട്, പുൽച്ചാടി ഉണ്ട്, കൊക്കുണ്ട്, തുമ്പി ഉണ്ട് അല്ലേ? എന്ത് ഭംഗിയുള്ള ഒരു പിക്ചറാണ് അല്ലേ? ഇവിടെ ആരുണ്ട്? മീനുണ്ട് അല്ലേ? കുളത്തിലെ മത്സ്യത്തെ കണ്ടുവല്ലോ. കുളത്തിൽ എന്തിനെ കണ്ടുവല്ലോ? മത്സ്യത്തെ കണ്ടുവല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സൂര്യപ്രകാശം വേണ്ടേ? വേണം. മണ്ണ് വേണ്ടേ? വേണം. സസ്യങ്ങൾ വേണ്ടേ? വേണം. ഇവയെല്ലാം ആർക്ക് ആവശ്യമാണ്? നമ്മുടെ മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമാണ് അല്ലേ? അതേപോലെ വെള്ളം, വാട്ടറും എന്താണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരു ഘടകത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഏതാണ്? ജലവും മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് കേട്ടോ. കുളത്തിലെ മറ്റ് ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? ഉണ്ട് അല്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പൊ ഒന്ന് ജീവനുള്ളവ, ജീവനില്ലാത്തവ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് തരംതിരിക്കണം കേട്ടോ. അപ്പൊ ജീവനുള്ളവ ആരൊക്കെയാടാ? കുളത്തിലെ ജീവനുള്ളവ ആരൊക്കെയാണ്? കുളത്തിലെ ഘടകങ്ങളിൽ തരംതിരിച്ച് എഴുതാൻ ജീവനുള്ളവ ആരൊക്കെ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആരൊക്കെയാണ്? ആമ, ഒരാളെ നമുക്ക് എഴുതാം അല്ലേ? ജീവനുള്ളവയാണ് ഏത്? ആമ. പിന്നെ വേറെ ആരാടാ ജീവനുള്ളത്? വേറെ ആരൊക്കെയാണുള്ളത്? തവള ഉണ്ട് അല്ലേ? പിന്നെ ഏതാണ്? തവള. ജീവനുള്ളവയാണ് ആമ, തവള ഉണ്ട്. പിന്നെ ആരാളുള്ളത്? പുൽച്ചാടി ഉണ്ട് അല്ലേ? പിന്നെ ആരാണ്? നമ്മുടെ പുൽച്ചാടി ഉണ്ട്. ബാക്കി നിങ്ങൾ കണ്ടെത്തി എഴുതണം കേട്ടോ, ആരൊക്കെയാണ് ജീവൻ ഉള്ളവ എന്ന് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ആരൊക്കെയാണ് ജീവൻ ഇല്ലാത്തവ? ആരൊക്കെയാണ്? മണ്ണുണ്ട്. പിന്നെന്താ ഉള്ളത്? മണ്ണ്, സൂര്യപ്രകാശം, പിന്നെ ഏതാണ്? മണ്ണ്, സൂര്യപ്രകാശം അല്ലേ? സൂര്യപ്രകാശം. പിന്നെ വേറെന്തൊക്കെയാടാ? മണ്ണുണ്ട്, സൂര്യപ്രകാശമുണ്ട്. വേറെന്തൊക്കെയാണുള്ളത്? വേറെന്തൊക്കെയാണ്? സൂര്യപ്രകാശം, മണ്ണും ഉണ്ട്. പിന്നെ ജലം അല്ലേ? ജലവും ഒക്കെ എന്താണ്? ജീവനില്ലാത്ത കണത്തിൽ നമുക്ക് പെടുത്താം അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ. അടുത്ത് എന്താ പറയുന്നത്? ആവാസം. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരുപാട് ജീവികൾ എവിടെ ജീവിക്കുന്നുണ്ട്? വയലിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അവിടെ മീൻ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് ജീവികൾ എവിടെ ഉണ്ട്? വയലിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കണം കേട്ടോ, വയലിൽ എന്തൊക്കെ ജീവികളാണ് ഉള്ളത്. ഇതുപോലെ മറ്റ് ഏതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിങ്ങളോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയുള്ള ഒരു ഉദ്യാനമാണല്ലേ? പൂമ്പാറ്റയുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? മരങ്ങളുണ്ട്, പുൽച്ചാടി ഉണ്ട്, പല പല നിറത്തിലുള്ള പൂക്കളുണ്ട് അല്ലേ? പൂമ്പാറ്റേനെ കണ്ടോ? എന്ത് ഭംഗിയാ കാണാനല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോടാ. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക അല്ലെ? ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ചുറ്റുപാടും ഉള്ളവിടത്തെ എന്ത് ചെയ്യുള്ളൂ? ജീവി ജീവിക്കുകയുള്ളൂ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഒരു
ചർച്ച നടത്താനൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാടാ? ജീവനുള്ള വസ്തുക്കളെ ജീവനില്ലാത്ത വസ്തുക്കളെ ആശ്രയിച്ചിട്ടല്ലേ ജീവനുള്ള വസ്തുക്കൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. മണ്ണിനെ ആശ്രയിച്ചിട്ടല്ലേ, നമ്മൾ മോളിൽ പറഞ്ഞില്ലേ, മണ്ണിനെ ആശ്രയിച്ചിട്ട് മാത്രമേ ആർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ജീവനില്ലാത്ത മണ്ണിനെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ള മീനിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ജീവനില്ലാത്ത വെള്ളത്തിനെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ള ആർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മീനിന് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ആർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ, ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് അടുത്ത് കേട്ടോ, ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. ശരിയല്ലടാ? ഇപ്പോൾ ഓരോ ജീവിക്കും എന്തുണ്ട്? അവർക്ക് അനുയോജ്യമായ ഒരു ആവാസത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ആവാസ വ്യവസ്ഥകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥകൾ നിങ്ങൾ ചുറ്റിനുമുണ്ടോ എന്ന് എഴുതുക. ഈ ആവാസത്തിലുള്ള ജീവികളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. പുൽമേട്, മരുഭൂമി, പിന്നെ ഏതൊക്കെയാണ്? പിന്നെ റിവർ, ഫോറസ്റ്റ്. ഇതൊക്കെ എന്തിനാ? നമ്മുടെ പുഴ അല്ലെ, പുഴയുടെ തീരം ഒക്കെ എന്തിന്? ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് എക്സാമ്പിൾസ് ആണ് കേട്ടോ. പിന്നെ ഏതാണ്? മരുഭൂമി. മരുഭൂമി ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടൽക്കാടുകൾ, പിന്നെന്താണ്? അങ്ങനത്തെയൊക്കെ കണ്ടൽക്കാടൊക്കെ നമുക്കിവിടെ എഴുതാം കേട്ടോ. കണ്ടൽക്കാട്, പുൽമേടുകൾ, പിന്നെന്താണ്? കാട്, പുഴയുടെ തീരം, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. ആഹാരക്കാട്. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? ആഹാരക്കാട്. രണ്ട് ജീവികളുടെ ആഹാരക്കാട് ചിത്രത്തിൽ തന്നിരിക്കുന്നു. നോക്കിക്കേടാ, ഒന്നാമത്തേത് ഏതാണ്? കാക്കയാണ് കേട്ടോ. ഒന്നാമത്തെ ജീവി ഏതാണ്? കാക്ക. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണല്ലോ കാക്ക. അപ്പൊ കാക്കയുടെ ആഹാരം ഏതൊക്കെയാണ്? ചെറുജീവികളുണ്ട്, പഴങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് അല്ലേ. ഇനി അടുത്ത ഏതാണ്? ജീവി. അടുത്ത ഏതാണ്? നമ്മുടെ ആടാണ് അല്ലേ. ആടിന് എന്തൊക്കെ കഴിക്കും? പുല്ല്, ഇലകള്, ധാന്യങ്ങളൊക്കെ ആര് കഴിക്കും? ആട് കഴിക്കും അല്ലേ. ഇത്തരം രണ്ട് ജീവികളുടെ ആഹാരക്കാട് തയ്യാറാക്കും. ഇത്തരം എത്ര ജീവികളുടെ തയ്യാറാക്കണം? രണ്ട് ജീവികളുടെ. അപ്പോൾ ഒരു ജീവികളുടെ പറഞ്ഞേടാ, ഒരു ജീവിയുടെ പറഞ്ഞേ. നമുക്ക് ഏതെടുക്കാം? ഒരു ജീവി ആരുടെ എടുക്കാം? നമ്മുടെ ആദ്യം ജീവിന്ന് എഴുതാം. ഇവിടെ നമുക്ക് ആരെ എഴുതാന്ന് പറഞ്ഞേ? പശുവിനെ എഴുതാം അല്ലേ. ഇവിടെ ആരെ എഴുതാം? പശുവിനെ എഴുതാം. പശു ഏതൊക്കെയാണ് തിന്നുന്നത്? പുല്ല് തിന്നും, ഇലകൾ തിന്നും അല്ല, ശരിയല്ലേ? പുല്ല് തിന്നലുണ്ട്, ഇലകൾ തിന്നലുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് അരികളൊക്കെ വേവിച്ചു കൊടുത്താൽ എന്ത് ചെയ്യലുണ്ട്? അതും കഴിക്കലുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ആരെ എഴുതാം? പശുവിനെ എഴുതാം. എന്തൊക്കെ തിന്നും? ആഹാരം എന്താണ്? പുല്ലുണ്ട്, പിന്നെന്താണ്? ഇലകൾ കഴിക്കും അല്ലേ. ഇലകളും ചപ്പും ചവറൊക്കെ എന്താണ്? ചപ്പായിട്ടുള്ള ഇലകളൊക്കെ കഴിക്കലുണ്ട് അല്ലേ. വേറെന്താണ്? ധാന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വേവിച്ചു കൊടുത്താൽ ആര് കഴിക്കലുണ്ട്? നമ്മുടെ പശു കഴിക്കലുണ്ട് അല്ലേ. ശരിയല്ലേ? അപ്പം വേറെ ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇതിന് മാത്രം ഇന്ന ജീവി ആവണമെന്നില്ല. ബാക്കി എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ജീവികൾ അല്ലേ. നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ജീവികൾ ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലേ. കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ ഇവിടെ ഒരു ആഹാര ശൃംഖലാജാലം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എന്താണെന്ന്. ഓക്കെ, നോക്കിയാലോ എന്തൊക്കെയാണ്? ഇവിടെ നമ്മുടെ ആരെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ പുല്ലാദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യം ആരെ കൊടുത്തിട്ടുണ്ട്? പുല്ല് ആര് തിന്നുന്നു? പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടിനെ കോഴി തിന്നുന്നു. കോഴീനെ ആര് തിന്നുന്നു? കുറുക്കൻ തിന്നുന്നു. കുറുക്കൻ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു. ഇനി പുല്ല് ആര് തിന്നുന്നു? എരുമ തിന്നുന്നു. എരുമേനെ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു. പുല്ല് ആര് തിന്നുന്നു? മാൻ തിന്നുന്നു. മാനിനെ ആര് തിന്നുന്നു? കടുവ തിന്നുന്നു അല്ലേ. എടാ, നിങ്ങളോട് ഒരു ആഹാര ശൃംഖല ചോദിക്കൂ കേട്ടോ. എന്തായാലും പഠിച്ചു വെക്കണേ. പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കടുവ, ഏത് വേണേലും പഠിക്കാം കേട്ടോ. ഇനി പുല്ല്,
മാന്, കടുവ, ഏത് ആഹാര ശൃംഖല വേണമെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ആവാസ വ്യവസ്ഥയിൽ ആരില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ കടുവ ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ ആരില്ല? കടുവ ഇല്ല എന്ന് വിചാരിക്കുക. കടുവ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാനിന്റെ എണ്ണം ക്രമാതീതമായിട്ട് വളരില്ലേ? അവർ ഒരുപാട് വളരില്ലേ? കുറുക്കന്റെ എണ്ണം കൂടില്ലേ? എരുമയുടെ എണ്ണം കൂടില്ലേ? അതുകൊണ്ട് ഒരാളില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇനി എന്തുകൊണ്ട്, നെക്സ്റ്റ് അടുത്ത് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് കടുവ സംരക്ഷണം, അല്ലേ? കടുവേനെ സംരക്ഷിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കടുവേനെ സംരക്ഷിക്കുന്നത് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കടുവേനെ സംരക്ഷിക്കുന്നത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയാണ് കടുവ. ഏറ്റവും ഉയർന്ന കണ്ണിയാണ് ആര്? കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യപരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിലെയും ജീവികൾക്ക് പങ്കുണ്ട്. സസ്യാഹാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന ജീവികളെയാണ് കേട്ടോ സസ്യാഹാരി എന്നും, മാംസങ്ങൾ ഭക്ഷിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? മാംസാഹാരി എന്നുമാണ് പറയുന്നത്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർണ്ണങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണികളായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കടുവയൊക്കെ നശിച്ചു പോയാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കടുവ ഇപ്പം നമ്മുടെ മാനിനെ തിന്നുന്നില്ലേ, അതേപോലെ കടുവ മാനിനെ പിടിക്കുന്ന പോലെ കടുവയുടെ സ്ഥാനത്ത് നിന്ന് മാനിനെ പിടിക്കാൻ ഒരുപാട് ജീവികളൊന്നും വേറെയില്ല. അതുകൊണ്ട് കടുവേനെ സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉയർന്ന കണ്ണികളെ സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധിതമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, അധിനിവേശക്കാർ. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മിക്ക വീടുകളിലും ആരെ വളർത്തുന്നുണ്ടാ? ഈ ആഫ്രിക്കൻ മുഷീനെ വളർത്തുന്നുണ്ട് കേട്ടെ. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. അപ്പൊ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ വാങ്ങുമ്പോൾ കുഞ്ഞനായിരിക്കും കേട്ടോ. അങ്ങനെ ഇവരെ നമ്മൾ തീറ്റ കൊടുത്ത് അങ്ങോട്ട് വളർത്തി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അങ്ങോട്ട് വലുതാവും. കേരളത്തിലെ ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയും ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നു. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലാശയങ്ങളിൽ ഈ മുഷീനെ തിന്നുന്ന എന്താണ് മീനുകൾ കാണപ്പെടാറില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ കുളങ്ങളിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? ആവാസത്തിന് എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ നാട്ടിലെ കുളങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ആര് പിടിച്ച് തിന്നൂടാ? ഈ മുഷി പിടിച്ച് തിന്നു അല്ലേ? ഈ മുഷീനെ തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? മുഷിനെ തിന്നാൻ പ്രത്യേകിച്ച് വേറെ മത്സ്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ മുഷി എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് പെറ്റുപെരുകയും മറ്റ് മത്സ്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ ഏതൊക്കെയാണ്? നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പ്രദേശത്ത് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഏതെല്ലാം വിവരങ്ങളാണ് ശേഖരിക്കുന്നത്? ഏതെല്ലാം ജന്തുക്കൾ, ഏതെല്ലാം സസ്യങ്ങൾ, എവിടെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാം? മുതിർന്നവരിൽ നിന്ന് ശേഖരിക്കാം, പത്രങ്ങളിൽ നിന്നാവാം, പുസ്തകത്തിൽ നിന്നാവാം അല്ലേ? നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ആഹാരബന്ധം. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ആഹാര ബന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ വരുന്നത് നോക്കിയടാ. എങ്ങനെയാണ് ആഹാരബന്ധം വരുന്നത്? പുൽച്ചാടി തിന്നുന്നു അല്ലെ? നമ്മൾ കുറെ നേരമായി പറയുന്നു അല്ലെ? പുല്ല് ആര് തിന്നുന്നു? പുൽച്ചാടി തിന്നുന്നു. പുല്ല് നമ്മുടെ പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടിനെ തവള തിന്നുന്നു. തവളേനെ ആര് തിന്നുന്നു? നമ്മുടെ പാമ്പ് തിന്നുന്നു. പാമ്പിനെ ആരാണ്? പരുന്ത് അല്ലെങ്കിൽ കഴുകൻ തിന്നുന്നു. അല്ലേ? അതാ ഇവിടെ തിന്നുന്നു. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, പുല്ല് ആര് തിന്നുന്നു? അണ്ണാൻ തിന്നുന്നു. അണ്ണാനെ ആര് തിന്നുന്നു? പൂച്ച തിന്നുന്നു. അല്ലെങ്കിൽ അണ്ണാൻ ആര് തിന്നും? പാമ്പ് തിന്നും. വീണ്ടും എങ്ങോട്ട് എത്തുന്നു? കഴുകനിലേക്ക് എത്തുന്നു അല്ലേ? അണ്ണാൻ ആരും തിന്നലുണ്ട്? നമ്മുടെ കുറുക്കനെ തിന്നലുണ്ട് കേട്ടോ. ഇനി പുല്ല് പുഴു തിന്നുന്നു. പുഴുവിനെ കോഴി തിന്നുന്നു. കോഴിനെ കുറുക്കൻ തിന്നുന്നു. കുറുക്കൻ ആര് തിന്നുന്നു? കഴുകൻ തിന്നുന്നു അല്ലേ? ഓക്കെ, ഇതാ ഇവിടെ ഒരു ബന്ധം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ശ്രേണി നിങ്ങൾക്ക് സ്വന്തം എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ആരാണ് അപ്പുറത്ത് വരുന്നതെന്ന് ജസ്റ്റ് നോക്കി എഴുതിയാൽ മതി കേട്ടോ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ. ഒറ്റ ചെയിനിലുള്ള ശൃംഖലയാണ്.
ഒന്നാമത്തെ കണ്ണി ആരാണ്? പുല്ലാണ്. അവസാന കണ്ണി ആരാണ്? കഴുകനാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക, നിങ്ങളോട് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നാം കണ്ണി ആരാണ്? പുല്ലാണ്. അവസാന കണ്ണി കഴുകനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതിയത് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഒന്നാമത്തെ കണ്ണി നമ്മുടെ പുല്ല് വരും, ലാസ്റ്റ് ആരാ വരിക? കഴുകനാണ് വരിക അല്ലേ? നെക്സ്റ്റ് അടുത്ത് കേട്ടോ. ആഹാര ശൃംഖല, എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നാണ് അല്ലേ? ഇവയുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമല്ലേ? അതെ. അപ്പോൾ ഇവിടെ എഴുതാം കേട്ടോ. ഏതാണ്? സസ്യം. പിന്നെ ഇവയുടെ നിലനിൽപ്പിന് ആവശ്യമല്ലേ? ആഹാരം ആവശ്യമല്ലേ? യെസ്, ആഹാരം ആവശ്യമാണല്ലേ? അതെ. ഇവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യാം, നന്നായിട്ട് എൻ്റെ കൂട്ടുകാർ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എന്ത് മറക്കില്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലും അമർത്താൻ മറക്കല്ല കേട്ടോടാ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.